ഹലോ, നമസ്കാരം. നിങ്ങളുടെ കുഞ്ഞിന് ഡയപ്പർ ഉപയോഗിക്കുന്നത് കാരണം ചർമ്മത്തിൽ ചുവന്ന തടിപ്പുകളോ ചൊറിച്ചിലോ ഉണ്ടാകാറുണ്ടോ? അല്ലെങ്കിൽ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് കാരണം നിങ്ങൾക്കോ മുതിർന്നവർക്കോ അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ടോ? എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റാഷ് ഫ്രീ എന്ന ക്രീമിനെക്കുറിച്ചാണ്. ഇതിന്റെ ഗുണങ്ങൾ, ഉപയോഗിക്കേണ്ട രീതി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നമുക്ക് വിശദമായി അറിയാം. അപ്പോൾ എന്താണ് ഈ റാഷ് ഫ്രീ ക്രീം? ഇതൊരു ആന്റിസെപ്റ്റിക് ക്രീമാണ്. പ്രധാനമായും കുഞ്ഞുങ്ങളിൽ ഡയപ്പർ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന തിണർപ്പുകൾ തടയാനും ചികിത്സിക്കാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ചെറിയ പൊള്ളൽ, മുറിവുകൾ അല്ലെങ്കിൽ ഇറുകിയ വസ്ത്രം കൊണ്ടുണ്ടാകുന്ന ചർമ്മത്തിലെ പ്രശ്നങ്ങൾക്കും ഇത് ഫലപ്രദമാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണിത്. റാഷ് ഫ്രീ ക്രീമിന്റെ ശക്തി അതിന്റെ 2 പ്രധാന ചേരുവകളിലാണ്. സിങ്ക് ഓക്സൈഡ്. ഇതിൽ 8.5% സിങ്ക് ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു. ഇതൊരു മിനറലാണ്. ചർമ്മത്തിൽ പുരട്ടുമ്പോൾ ഇതൊരു സംരക്ഷണ കവചം പോലെ പ്രവർത്തിക്കുന്നു. ഈർപ്പം ചർമ്മത്തിൽ നേരിട്ട് തട്ടാതെ സംരക്ഷിക്കാനും അതുവഴി ഇൻഫെക്ഷനുകൾ വരാതെ തടയാനും ഇത് സഹായിക്കുന്നു. ബെൻസാൽകോണിയം ക്ലോറൈഡ്. ഇതിൽ 0.1% ബെൻസാൽകോണിയം ക്ലോറൈഡ് ഉണ്ട്. ഇതൊരു ആന്റിസെപ്റ്റിക്കാണ്. അതായത് ചർമ്മത്തിൽ അണുബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഈ ക്രീം ചർമ്മത്തെ നനവിൽ നിന്നും സംരക്ഷിക്കുകയും അണുബാധ തടയുകയും ചെയ്യുന്നതിലൂടെ ചൊറിച്ചിലും ചുവപ്പും കുറച്ച് ചർമ്മം വേഗത്തിൽ സാധാരണ നിലയിലാകാൻ സഹായിക്കുന്നു. എങ്ങനെ ശരിയായി ഉപയോഗിക്കാം? മികച്ച ഫലം ലഭിക്കാൻ ഇത് കൃത്യമായി ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ആദ്യം ക്രീം പുരട്ടേണ്ട ഭാഗം വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. ശേഷം ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് വെള്ളം നന്നായി ഒപ്പിയെടുത്ത് ഉണക്കുക. ഇനി റാഷ് ഫ്രീ ക്രീമിന്റെ നേർത്ത ഒരു പാളി, തിൻ ലെയർ, പ്രശ്നമുള്ള ഭാഗത്ത് പുരട്ടുക. കുഞ്ഞുങ്ങൾക്ക് ഓരോ തവണ ഡയപ്പർ മാറ്റുമ്പോഴും ഇത് പുരട്ടുന്നത് കൂടുതൽ ഫലം നൽകും, പ്രത്യേകിച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് പുരട്ടുന്നത്. ക്രീം പുരട്ടിയ ശേഷം കൈകൾ നന്നായി സോപ്പിട്ട് കഴുകാൻ മറക്കരുത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പാർശ്വഫലങ്ങളും. ഇനി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഈ ക്രീം പൊതുവെ സുരക്ഷിതമാണ്. വലിയ പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും ചിലരുടെ ചർമ്മത്തിൽ അലർജി പോലെ നേരിയ ചൊറിച്ചിലോ ചുവപ്പോ കണ്ടേക്കാം. അങ്ങനെ എന്തെങ്കിലും അസാധാരണമായി തോന്നിയാൽ ഉപയോഗം നിർത്തി ഡോക്ടറെ സമീപിക്കുക. ഇത് പുറമേ പുരട്ടാൻ മാത്രമുള്ളത്. ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി. കണ്ണിലോ തുറന്ന മുറിവുകളിലോ പുരട്ടരുത്. 7 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടും ചർമ്മത്തിലെ പ്രശ്നത്തിന് കുറവില്ലെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണണം. എല്ലാ മരുന്നുകളും പോലെ ഇതും കുട്ടികൾക്ക് കിട്ടാത്ത സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ചർമ്മം വളരെ ലോലമാണ്. ഡയപ്പർ റാഷസ് അവർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കും. റാഷ് ഫ്രീ ക്രീം സിങ്ക് ഓക്സൈഡിന്റെയും ബെൻസാൽകോണിയം ക്ലോറൈഡിന്റെയും ഗുണങ്ങൾ കൊണ്ട് ഈ പ്രശ്നത്തിനൊരു മികച്ച പരിഹാരം നൽകുന്നുണ്ട്. ഇത് ചർമ്മത്തെ സംരക്ഷിക്കുക മാത്രമല്ല, അണുബാധ തടയുകയും ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക: കുഞ്ഞിന്റെ ഡയപ്പർ എപ്പോഴും നനവില്ലാതെ സൂക്ഷിക്കുക എന്നതാണ് ഡയപ്പർ റാഷ് വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുൻകരുതൽ. നനഞ്ഞ ഡയപ്പർ എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ ഏത് ഡയപ്പർ റാഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. അത് ഈ വീഡിയോ കാണുന്ന മറ്റു മാതാപിതാക്കൾക്കും തീർച്ചയായും ഉപകാരപ്പെട്ടേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കാണാം.